ഇത് ടെക്നോളജിയുടെ കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാത്തരം ഗാഡ്ജറ്റുകളും നാം ഉപയോഗിക്കുന്നു. ഇതിൽ വ്യാപകമായി കാണുന്ന ഒന്നാണ് ഇയർഫോണുകൾ. ആവശ്യമുള്ള സമയത്തും ഇല്ലാത്ത സമയത്തും ഇത് ചെവിയിൽ തിരികെ വയ്ക്കുന്നത് ഒരു ശീലമായിരിക്കുകയാണ്. എന്നാൽ ദീർഘനേരം ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഗുണകരമല്ല. ഇങ്ങനെ ദീർഘനേരം ഇവ ചെവിയിൽ വയ്ക്കുന്നത് അണുബാധ ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇവ കേൾവിശക്തി അഥവാ ഹിയറിംഗ് ലോസ് ഉണ്ടാക്കാനും വഴിവെക്കുന്നു. ചിലർ പറയുന്നത് ഇത് കാതിൽ തിരികെ വയ്ക്കുന്നതോടെ ഏകാഗ്രത ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെവിയിലെ ഇയർ വാക്സ് ഉറക്കെയുള്ള ശബ്ദത്തിൽ നിന്ന് ചെവിക്ക് സംരക്ഷണം നൽകുന്ന ഒന്നാണ്. ഇയർഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത് ചെവിയിലേക്ക് തള്ളിപ്പോകുന്നു. തന്മൂലം ചെവിയുടെ ഉൾഭാഗം വരണ്ടു പോവുകയും ഇത് ആരോഗ്യത്തിന് ഹാനികരമാവുകയും ചെയ്യുന്നു. ഒന്നിലേറെ പേർ ഒരേ ഇയർഫോൺ പങ്കിട്ട് ഉപയോഗിക്കുന്നതും ബാക്ടീരിയ, ഫംഗസ് പോലുള്ള അണുബാധയ്ക്കും കാരണമാകുന്നു. ചെവിയിൽ ചൊറിച്ചിൽ, പുണ്ണ്, വേദന തുടങ്ങിയവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അമിതമായ ഹെഡ്ഫോൺ ഉപയോഗം വ്യക്തിയെ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് മാനസികാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കും. ഹെഡ്ഫോൺ വച്ച് അതിൽ ലയിച്ചു പോകുന്നവർ ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ കേൾക്കാതെയും പോകുന്നു. ഇത് വാഹനാപകടങ്ങൾ പോലുള്ള സംഭവങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഹെഡ്ഫോൺ തീർത്തും ഉപേക്ഷിക്കാൻ നമുക്കാവില്ല. അതിനാൽ ഇതിനെ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന് നോക്കാം. ഇതിന് നമുക്ക് 60:60 റൂൾ ഉപയോഗിക്കാം. അതായത് ഒരു തവണത്തെ ഹെഡ്ഫോൺ ഉപയോഗം 60 മിനിറ്റിൽ കൂടരുത്. അതും 60% ശബ്ദത്തിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. 1 മണിക്കൂർ കഴിയുമ്പോൾ ഇതെടുത്തു മാറ്റി 15 മിനിറ്റ് ഇടവേള എടുക്കണം. അതുപോലെ ചെവിയിൽ അണുബാധ ഉണ്ടാക്കാത്ത വിധത്തിൽ ഇയർബഡുകൾ വൃത്തിയായി സൂക്ഷിക്കുക. ഇയർബഡുകൾ ചെവിക്കുള്ളിലേക്ക് തിരികെ കയറ്റാതെ മിതമായ ഒച്ചയിൽ ഉപയോഗിക്കുക. അത്യാവശ്യത്തിന് മാത്രമേ ഇവ ഉപയോഗിക്കുകയുള്ളൂ എന്ന നിലപാട് സ്വീകരിക്കുക. ഇയർഫോണുകൾ ഷെയർ ചെയ്യുന്നത് നിർത്തുക.